ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. ക്ലേശകാലത്ത് അവിടുന്ന് തന്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. തന്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറയിൽ നിർത്തും. എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എന്റെ ശിരസ്സുയർന്നു നിൽക്കും. ആഹ്ലാദാരവത്തോടെ അവിടുത്തെ കൂടാരത്തിൽ ഞാൻ ബലികളർപ്പിക്കും. ഞാൻ വാദ്യഘോഷത്തോടെ കർത്താവിനെ സ്തുതിക്കും. കർത്താവെ, ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോ അവിടുന്ന് കേൾക്കണമേ. എല്ലാവരും ശബ്ദം ഉയർത്തി പാടി. എനിക്ക് ഉത്തരമരുളണമേ. കർത്താവെ, ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോ അവിടുന്ന് കേൾക്കണമേ. കാരുണ്യപൂർവമെനിക്ക് ഉത്തരമരുളണമേ. എന്റെ മുഖം തേടുവിനെന്ന് അവിടുന്ന് കൽപ്പിച്ചു. കർത്താവേ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നുവെന്ന് എന്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു വെക്കരുതേ. എന്റെ സഹായകനായ ദൈവമേ, അങ്ങയുടെ ദാസനെ കോപത്തോടെ തള്ളിക്കളയരുതേ. എന്റെ രക്ഷകനായ ദൈവമേ, എന്നെ തിരസ്കരിക്കരുതേ. എന്നെ കൈവെടിയരുതേ. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. കർത്താവേ, അങ്ങയുടെ വഴി എനിക്കു കാണിച്ചു തരണമേ. എനിക്കു ശത്രുക്കളുള്ളതിനാൽ എന്നെ നിരപ്പായ വഴിയിലൂടെ നയിക്കണമേ. വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ വിട്ടുകൊടുക്കരുതേ. കള്ളസാക്ഷികൾ എനിക്കെതിരെ ഉയർന്നിരിക്കുന്നു. അവർ ക്രൂരത നിശ്വസിക്കുന്നു. ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ പ്രത്യാശയർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യമവലംബിക്കുവിൻ. കർത്താവിനു വേണ്ടി കാത്തിരിക്കുവിൻ. കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ഞാനാരെ ഭയപ്പെടണം. കർത്താവിൻ്റെ ജീവിതത്തിന് കോട്ടയാണ്. ഞാനാരെ പേടിക്കണം. കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ഞാനാരെ ഭയപ്പെടണം. കർത്താവിൻ്റെ ജീവിതത്തിന് കോട്ടയാണ്. ഞാനാരെ പേടിക്കണം. അതിൻ്റെ അവസാനം ആ കാത്തിരിക്കണ കാര്യം ഒന്ന് പാടി. കാത്തിരിക്കണുണ്ടോ? കർത്താവിന് വേണ്ടി കാത്തിരിക്കണം. ചില കാര്യങ്ങൾ നമ്മൾ വേഗം നടക്കണമെന്നായിരിക്കും ആഗ്രഹിക്കണേ, പക്ഷേ കർത്താവ് അത് കൃത്യസമയത്ത് നടത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ അബ്രാഹാം ഇസ്ഹാക്കിൻ്റെ കഴുത്തിൽ കത്തി വെച്ച സമയത്തെ അവിടെ കർത്താവ് ഇടപെട്ടുള്ളൂ. ഒരു കാറ്റഗിസം ടീച്ചർ ഇത് വിവരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വിവരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചു കിടന്ന് ഭാരിച്ച് കരയണം. മോൾ എന്താ കരയണേ? അല്ല കർത്താവ്, നേരത്തെ വന്നില്ലായിരുന്നു, ഞാൻ കൊച്ചിനെ കൊന്നു കളഞ്ഞേരില്ലേ? ഇല്ല മോളെ, പേടിക്കണ്ട, കർത്താവ് ഒരിക്കലും വൈകൂല. കർത്താവ് ഒരിക്കലും വൈകില്ല എന്ന് പറഞ്ഞെല്ലാവരും. കർത്താവ് ഒരിക്കലും വൈകില്ല. കർത്താവ് കൃത്യസമയത്ത് ഇടപെടും. ഇത് നമ്മൾ വിശ്വസിക്കണം. കർത്താവ് ഇങ്ങനെ
ആ സ്വർണ്ണപ്പണിക്കാരൻ ചൂളയിൽ ഇവിടെ സ്വർണ്ണപ്പണിക്കാരൻ്റെ ഇല്ലേ എന്താ ചൂളയെന്നാണ് പറഞ്ഞതിന് ഉലയിൽ സ്വർണം ഇട്ടിട്ട് അയാൾ അവിടെയും പോകുന്നില്ല. സ്വർണ്ണം ഉലയിലിട്ടാൽ പിന്നെ അവിടെ നിന്ന് മാറില്ല. അത് സൂക്ഷിച്ച് നോക്കിയിരിക്കുകയാണ്. കൃത്യസമയത്ത് അത് എടുത്തില്ലെങ്കിൽ സ്വർണം പോകും എന്ന പോലെയാണ് നമ്മളെ ഒരുക്കുന്ന സമയത്ത്. ഒന്ന് ആ അവസാനത്തെ സ്റ്റെപ്പ് ഒന്ന് പാടി. കർത്താവിൽ പ്രത്യാശയർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യമവലംബിക്കുവിൻ, കർത്താവിനു വേണ്ടി കാത്തിരിക്കുവിൻ. എല്ലാത്തിനും ഉത്തരവായിട്ടുണ്ട്. ഇപ്പം ഉത്തരവായോ ഇല്ലയോ? നമ്മൾ കാത്തിരിക്കൂ, കർത്താവ് കൃത്യസമയത്ത് ഇടപെടും. കഴുത്തിൽ കത്തി വയ്ക്കണ നേരത്ത് ഇതൊക്കെ ഭയങ്കര പരീക്ഷണമാണ്. അതൊക്കെ ഓരോന്ന് ഓർക്കുമ്പോൾ പക്ഷെ അതങ്ങ് വിശ്വസിക്കണം. അതാണ് വിശ്വാസം. ഓക്കെ, നമ്മൾ തൽക്കാലം സങ്കീർത്തന കച്ചേരി നിർത്തുന്നു.